ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചരിത്ര ഭാഗത്ത് നിന്നുള്ളൊരു ക്ലാസ് ആണ് നോക്കുന്നത്. ഭാരതീയ പ്രസ്ഥാനവും കേരളവും പുതിയ SCERT പാഠപുസ്തകമാണ്. ഇതിൽ നിന്ന് കുറേയധികം വസ്തുതകൾ നമ്മുടെ ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നമ്മൾ SCERT പാഠഭാഗം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ NCERT ഫാക്ട്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിന്റെ ഭാരതീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന പുതിയ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് കുളച്ചൽ യുദ്ധത്തെ കുറിച്ചൊക്കെ അറിയാം അല്ലേ? കുളച്ചൽ യുദ്ധം എന്നാണ് നടന്നതെന്നും അറിയാം അല്ലേ? ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ചിത്രം. തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിന്റെ പ്രതിമയാണ്. അപ്പൊ അത് ആരുടേതാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്കറിയാം കുളച്ചൽ യുദ്ധം അല്ലെ? തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരിയെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ട് തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയാണിത്. അപ്പോൾ നമുക്കറിയാം കുളച്ചൽ യുദ്ധം എന്താണെന്ന്. 1741 ഓഗസ്റ്റ് 10, എന്നാൽ ചില രേഖകൾ ജൂലൈ 30 എന്നൊക്കെ പറയുന്നുണ്ട്. ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10 തിരുവിതാംകൂർ സൈന്യവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന ചരിത്രപ്രധാനമായ പോരാട്ടമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഒരു തദ്ദേശീയ രാജ്യം ഒരു യൂറോപ്യൻ കൊളോണിയൽ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും കുളച്ചൽ വാറാണ്. ചോദിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ ഒരു തദ്ദേശീയ രാജ്യമാണ് തിരുവിതാംകൂർ അല്ലെ? ആ ഏഷ്യയിലെ തദ്ദേശീയ രാജ്യമായ ഒരു യൂറോപ്യൻ കൊളോണിയൽ ശക്തിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവം കൂടിയതാണ് കുളച്ചൽ വാറാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഈ കുളച്ചൽ എവിടെയാണ് സ്ഥലം? നിങ്ങൾക്കറിയാം, ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂറിന് നിർണായക വിജയമായിരുന്നു ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ രാജാവ് അയൽ രാജ്യങ്ങൾ പിടിച്ചടക്കി തിരുവിതാംകൂർ വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ ആ പ്രദേശങ്ങളിൽ വ്യാപാര കുത്തകയുണ്ടായിരുന്ന ഡച്ചുകാരുടെ കുരുമുളക് വ്യാപാരത്തെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ? ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയോട് യുദ്ധം നിർത്താൻ ആവശ്യത്തിൽ കപ്പലിറങ്ങുകയും അവിടുത്തെ കോട്ടകളൊക്കെ പിടിച്ചടക്കുകയൊക്കെ ചെയ്തത്. മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ എന്ത് ചെയ്ത് കുളച്ചലിൽ വളയുകയും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും ജനങ്ങളുടെയും വലിയ പിന്തുണ തിരുവിതാംകൂർ സൈന്യത്തിന് ലഭിക്കുകയൊക്കെ ചെയ്തു. ഡച്ചുകാരുടെ വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ചതും അവർക്ക് ആ സമയത്ത് തിരിച്ചടിയായി. ഒടുവിൽ ഡച്ച് സൈന്യം പൂർണ്ണമായി പരാജയപ്പെടുകയും തിരുവിതാംകൂറിന് മുന്നിൽ കീഴടങ്ങുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ചരിത്രപ്രധാനമായിട്ടുള്ള പ്രാധാന്യമാണ് കുളച്ചൽ യുദ്ധത്തിനുള്ളത്. ഡച്ചുകാരുടെ പതനമാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ഫാക്ട്. അപ്പോൾ ഡച്ചുകാർ ഈ തോൽവിയുടെ ഇന്ത്യയിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം 1741 കൂടി അവസാനിക്കുകയാണ് കുളച്ചൽ യുദ്ധത്തിൽ. അതായത് യൂറോപ്യൻ അജയ്യത തകരുകയാണ് അവിടെ. യൂറോപ്യൻ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന ധാരണ ഇന്ത്യൻ ഭരണാധികാരികൾക്കിടയിൽ തിരുത്തപ്പെട്ട ഒന്നാണ് കുളച്ചൽ വാർ. ഡച്ചുകാരുടെ പതനം പരോക്ഷമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വളരാൻ സഹായകമായി. നമുക്ക് ഡച്ച് ക്യാപ്റ്റനായ ഡിലനോയെ കുറിച്ചറിയാം. യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡച്ച് കമാൻഡർ ആയിരുന്നു എസ്തൂഷ്യസ് ഡിലനോയ്. പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്ത സൈനികനായി മാറുകയും അല്ലെ? തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവത്കരിക്കാൻ സഹായിക്കുകയും ചെയ്ത ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്നു ഡിലനോയ് എന്ന് പറയുന്നത്.
അപ്പോൾ PSC ഇതിൽ മുൻപ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. 1741 ഓഗസ്റ്റ് 10. ഇതിനകത്ത് മലയാളം തീയതി 916 ആണ്ട് കർക്കടകം 26 കുളച്ചൽ യുദ്ധം നടന്നത്. 916 ആണ്ട് കർക്കടകം 26. അതേപോലെ തന്നെ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ചത്. തോറ്റ വിദേശ ശക്തി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഡച്ച് കമാൻഡർ ആരായിരുന്നു? ക്യാപ്റ്റൻ ഡിലനോയി. ഡിലനോയുടെ പദവി യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കാറുണ്ട്. കമാൻഡർ ഇൻ ചീഫ് എന്നാണ് ആയി നിയമിക്കുന്നുണ്ട്. ഡിലനോയുടെ കല്ലറ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ്. എക്സാമിന് ചോദിക്കാം, ഡിലനോയുടെ കല്ലറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കുളച്ചൽ യുദ്ധത്തിന്റെ വിജയസ്മാരകം വിക്ടറി പില്ലാർ കുളച്ചൽ ബീച്ചിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിൽ നമുക്കറിയാം വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലൊക്കെ ആവുന്നുണ്ടല്ലേ. ചോദിക്കാറുണ്ട്, മലബാർ പ്രദേശം നേരിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും നിലനിന്നിരുന്നത്. എന്നാലും മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. ഇനി നിങ്ങളെ P. കുഞ്ഞിരാമൻ നായരുടെ ഒരു കൃതിയുണ്ട്, പുരളിമലയിലെ പൂമരങ്ങൾ എന്നുള്ള. ഓർത്തിരിക്കണം, P. കുഞ്ഞിരാമൻ നായർ എഴുതിയതാണ് പുരളിമലയിലെ പൂമരങ്ങൾ. ഒട്ടും മറന്നില്ല ഞങ്ങളെന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, ഹൃത്തിലെ ചെഞ്ചോര നീരിലെ സ്വാതന്ത്ര്യ വിത്തുമുളപ്പിച്ച കർഷക വീരനെ, സ്വാതന്ത്ര്യ ലബ്ധിതൻ ലഹരിയിൽ പാടി മറന്നു മലയാളിയെങ്കിലും. P. കുഞ്ഞിരാമൻ നായർ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ രചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആരെക്കുറിച്ചായിരിക്കും പറയുന്നത്, പ്രതിപാദിക്കുന്നത്? കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ എക്സാമിന് ചോദിക്കാം പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജാവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കൃതിയാണ്. പുരളിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പുരളിമലയിലെ പൂമരങ്ങൾ ഈ കൃതി രചിച്ചിട്ടുള്ളത് P. കുഞ്ഞിരാമൻ നായരാണ്. നമുക്കറിയാം, വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു. വടക്കേ മലബാറിലല്ല, കോട്ടയം ജില്ലയിലെ അല്ലേ കേരളവർമ്മ പഴശ്ശിരാജ. നമുക്കറിയാം, ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം എന്ത് ചെയ്തു? മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെയാണ് ബ്രിട്ടീഷുകാരെ പഴശ്ശിരാജ മലബാറിൽ സഹായിച്ചത്. മലബാറിലെ ബ്രിട്ടീഷുകാരെ നേരിട്ടായിരുന്നു ഭരണം നടത്തിയിരുന്നെന്ന് പറഞ്ഞു. ഇതിന് പകരമായിട്ട് എന്ത് ചെയ്തിരുന്നു? കോട്ടയം പ്രദേശത്തെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നൊക്കെ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലാകുന്ന സ്ഥിതിയായിട്ട് മാറുകയാണ് ഉണ്ടായത് ശ്രീരംഗപട്ടണ ഉടമ്പടി. എന്താണ് ഈ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം? ശ്രീരംഗപട്ടണ ഉടമ്പടി നിങ്ങൾക്കറിയാമോ? 1792 മാർച്ച് 18. വർഷം അറിഞ്ഞിരിക്കണം, തീയതി അറിയണം. 1792 മാർച്ച് 18 മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെക്കപ്പെട്ട ചരിത്രപ്രധാനമായിട്ടുള്ള കരാറാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. 1792 മാർച്ച് 18 മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെക്കപ്പെട്ട ചരിത്രപ്രധാനമായിട്ടുള്ള കരാറാണ് ഇത്, ശ്രീരംഗപട്ടണ ഉടമ്പടി. അപ്പോൾ ഇതിന്റെ വർഷം അറിഞ്ഞിരിക്കണം, 1792 മാർച്ച് 8. എന്തായിരുന്നു, ആരൊക്കെയായിരുന്നു ഒപ്പുവെച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ? മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു? ലോർഡ് കോൺവാലിസ് ആണ്. ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് 1792 മാർച്ച് 8 ടിപ്പു സുൽത്താനും
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ലോർഡ് കോൺവാലിസും അതുപോലെ തന്നെ ഹൈദരാബാദ് നിസാമും മറാഠികളും ബ്രിട്ടീഷുകാർക്കൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ടിപ്പു സുൽത്താനോട് ചേർന്ന എന്തൊപ്പുവെച്ചത്? ശ്രീരംഗപട്ടണ ഉടമ്പടി. കാരണം എന്തുകൊണ്ടാണ് ഈ ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ടിപ്പു സുൽത്താൻ ഒപ്പുവെക്കാൻ നിർബന്ധിതനായി തീർന്നത്? അദ്ദേഹം മൂന്നാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു. ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടപ്പോഴാണ് ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലോർഡ് കോൺവാലിസുമായിട്ട് 1792 മാർച്ച് 18 ആർക്ക് ഒപ്പുവെക്കേണ്ടി വന്ന? ടിപ്പു സുൽത്താന് ഒപ്പുവെക്കേണ്ടി വന്നത്. നമുക്ക് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു അറിയാം. ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മലബാർ പ്രദേശം പൂർണ്ണമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്. അപ്പോൾ ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞു. ഈ മൈസൂർ യുദ്ധത്തിൽ, മൂന്നാം മൈസൂർ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മൈസൂർ യുദ്ധ പ്രകാരം ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചു. ടിപ്പുവിന് തന്റെ രാജ്യത്തിന്റെ പകുതിയോളം ഭാഗം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. കൂടാതെ യുദ്ധനഷ്ടപരിഹാരമായി വലിയൊരു തുകയൊക്കെ കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നഷ്ടപരിഹാര തുക പൂർണ്ണമായി നൽകുന്നത് വരെ ടിപ്പുവിന്റെ 2 പുത്രന്മാരെയൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? തടവില് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ച വർഷം അറിഞ്ഞിരിക്കണം. എന്താണ്? 1784 തീയതി എന്നാണ്. മാർച്ച് 18 എന്ത് ചെയ്തത്? ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് 1792 1792 മാർച്ച് 18 എന്ത് ചെയ്ത്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 1792 മാർച്ച് എന്താണ് ശരിയായ ഉത്തരത്തിൽ? 1787 അല്ല, 1792 മാർച്ച് 18 മൂന്നാം മൈസൂർ യുദ്ധത്തിന് വിരാമം ഇട്ടുകൊണ്ട് ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ത് ചെയ്ത്? ഒപ്പുവെച്ചത് അറിഞ്ഞിരിക്കണം. അപ്പോഴ് ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചതിനെ തുടർന്ന മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായെന്ന് പറഞ്ഞു. ഇത് നമുക്കറിയാം. ബ്രിട്ടീഷുകാരെ മൈസൂർ ഭരണാധികാരികൾക്കെതിരെ അക്കാലത്ത് മലബാറിലെ കോട്ടയം പ്രദേശത്തെ സഹായിച്ചിരുന്നത് പഴശ്ശിരാജയായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ പഴശ്ശിരാജയ്ക്ക് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ നൽകാമെന്ന വ്യവസ്ഥയുണ്ടായി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവൻ, ആ അമ്മാവന്റെ പേരറിഞ്ഞിരിക്കണം. കാരണം ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായപ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്വഭാവം മാറി. അപ്പൊ കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരുടെ വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ ആ പേരറിഞ്ഞിരിക്കണം കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെ ഏൽപ്പിച്ചു. കുറുമ്പ്രനാട് രാജാവായ വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെയാണ് പ്രതിഷേധിച്ചുകൊണ്ട് പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്ത്. ഇതോടെ പഴശ്ശിയും ബ്രിട്ടീഷുകാർക്കിടയിലെ സംഘർഷം ഉടലെടുക്കുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരം നടക്കുകയാണ് പഴശ്ശിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ പഴശ്ശി സ്വീകരിച്ച മാർഗങ്ങൾ, പ്രതിരോധ തന്ത്രങ്ങൾ അറിഞ്ഞിട്ട് താവളം അദ്ദേഹം വയനാട്ടിലേക്ക് മാറ്റി. അതേപോലെ തന്നെ തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു. ഗറില്ല വാർഫെയർ, പഴശ്ശി കലാപവുമായിട്ട് ഗറില്ല യുദ്ധം, ഒളിപ്പോര് നടത്തി. അപ്പോൾ ഈ പഴശ്ശിയുടെ സൈന്യത്തിന് ശക്തമായ പിൻബലം നൽകിയ ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് കുറിച്ചി നായകൻ തലക്കൽ ചന്തു, അതുപോലെ തന്നെ നായർപ്പടയെ നയിച്ച കുറിച്യന്മാരെ നയിച്ചത് തലക്കൽ ചന്തു, നായർപ്പടയെ നയിച്ച എടച്ചേന കുങ്കൻ, അതേപോലെ കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, ഈ പേരൊക്കെ അറിഞ്ഞിരിക്കണം, പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക്
ശക്തമായ സൈനിക പിൻബലം നൽകുകയുണ്ടായി. അങ്ങനെ വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ട് ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം ആര് തീർത്തു? പഴശ്ശിരാജ തീർത്തു. ആ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കാൻ ബ്രിട്ടീഷുകാർക്ക് എളുപ്പമായിരുന്നില്ല. അവരൊക്കെ അത് മനസ്സിലായി. അങ്ങനെ ബ്രിട്ടീഷുകാർ പഴശ്ശിക്കെതിരെ പലതരത്തിലുള്ള നടപടികളാണ് കൈക്കൊണ്ടത്. അതിലൊന്നാമത് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. രണ്ടാമത് പുതിയ റോഡുകൾ നിർമ്മിച്ചു. വയനാട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എന്തായാലും അരിയൊക്കെ വേണമല്ലോ, അരി എത്തുന്നത് തടഞ്ഞു. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാർ. പക്ഷെ കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെയൊക്കെ നിയോഗിച്ചു. പക്ഷേ എന്നിട്ടും ഫലമുണ്ടായില്ല. ഓർത്തിരിക്കണം, തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആയിരുന്നു, എക്സാമിന് ചോദിക്കാറുണ്ട്, ആ സമയത്ത് വന്ന സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവി ബാബർ. ആരാണ്? തോമസ് ഹാർവി ബാബർ എന്ത് ചെയ്തു? പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചു. അങ്ങനെ വധിച്ചിട്ട് പഴശ്ശിയുടെ താവളം കണ്ടെത്തി. അത് പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1805 വർഷമറിഞ്ഞിരിക്കണം, 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണ ഉടമ്പടി, 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിലാണ് എന്ത് ചെയ്യുന്നത്? പഴശ്ശി കൊല്ലപ്പെടുന്നത്. ഇനി ഡോക്ടർ KKN കുറുപ്പിന്റെ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അന്ന് പഴശ്ശിക്കും സംഘത്തിനും നമ്മൾ പറഞ്ഞ പഴശ്ശിയുടെ സൈനികരെ കുറിച്ചൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടതാണ്. ആ വില വിവരമാണ്. പഗോഡ എന്ന് പറയുന്നത് അന്നത്തെ ഒരു വിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന നാണയമാണ്. കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് 3000 പക്കോടയും, വീരവർമ്മ രാജാവിന് 1000 പക്കോടയും, രവിവർമ്മ രാജാവിന് 1000 പക്കോടയും, പള്ളൂർ എമ്മന് 1000 പക്കോടയും, പള്ളൂർ രയരപ്പന് 300 പക്കോടയും, എടച്ചനക്കൊങ്കന് 1000 പക്കോടയൊക്കെയാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ പഴശ്ശി കൊല്ലപ്പെട്ടത് 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാംതോട് വെച്ചിട്ടാണ്, അല്ലേ? അതറിഞ്ഞിരിക്കണം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, ആ സമയത്ത് മലബാറിലെ കളക്ടറായി തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബറെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കത്തിന്റെ അദ്ദേഹം മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡൻ, ഓർത്തിരിക്കണം, തോമസ് വാർഡന് ബാബർ എഴുതിയ ഒരു കത്തിന്റെ ഭാഗമാണ് ആ കത്ത്. 1805 ഡിസംബർ 31 ആ കത്തിന്റെ ഭാഗം. അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളൊരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. ബാബർ എഴുതിയ കത്തിന്റെ ഭാഗമാണ്. അതായത് പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിച്ചു. അതിനെ മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ് 1805 ഡിസംബർ 30. അയാളൊരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികൾ ഒരാളെന്ന നിലയിൽ നിലംപതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ എനിക്ക് പരിഗണിക്കണമെന്ന് തോന്നി. അപ്പോഴ് നമ്മള് ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് പറഞ്ഞു. അപ്പം 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് ടിപ്പു സുൽത്താൻ പരാജയപ്പെടുമ്പോൾ ആ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. അപ്പോൾ ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്, അല്ലെ? അപ്പോൾ ഈ 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധം, അപ്പൊ ഇതിനു മുമ്പ് 1ാം ആംഗ്ലോ മൈസൂർ യുദ്ധവും 2ാം ആംഗ്ലോ മൈസൂർ യുദ്ധവും ഒക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് അറിയണ്ടേ? അപ്പോൾ ഈ 1ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെയും 2ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ കുറിച്ച് PSC പലതവണ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച്
വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് 1767 മുതൽ 1769 വരെയായിരുന്നു. ആ സമയത്ത് മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താന്റെ പിതാവായിരുന്ന ഹൈദരാലി ആയിരുന്നു. അപ്പോൾ ഒന്നാം ആംഗ്ലൂർ മൈസൂർ യുദ്ധം, ഹൈദരാലിയുടെ വളർച്ചയിലെ ഭയന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മറാഠികളെയും ഹൈദരാബാദ് നിസാമുമായി ചേർന്നിട്ടൊക്കെ സഖ്യമുണ്ടാക്കുകയും, എന്നാൽ ഹൈദരാലി നയതന്ത്രത്തിലൂടെ മറാഠികളെയും നിസാമിനെയൊക്കെ തന്റെ പക്ഷത്തിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രിട്ടീഷുകാരെ നേരിട്ടു. അങ്ങനെ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയാണ്. ഹൈദരാലി മദ്രാസ് വരെ മുന്നേറുന്നുണ്ട്. യുദ്ധത്തിൽ ഹൈദരാലി വിജയിക്കുകയാണ്. ഓർത്തിരിക്കണം, ഒന്നാം ആംഗ്ലൂർ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് മദ്രാസ് ഉടമ്പടി. എക്സാമിന് ചോദിക്കാറുണ്ട്. 1769 മദ്രാസ് ഉടമ്പടിയാണ് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് കാരണമായി. അപ്പോൾ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മൈസൂർ ഭരിച്ചിരുന്ന ഹൈദരാലിയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. ഇനി രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഇനി അതിനകത്ത് മറ്റൊരു പോയിന്റ് ഉണ്ട് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട. ഈ മദ്രാസ് ഉടമ്പടി പ്രകാരമാണ് 1769 മദ്രാസ് ഉടമ്പടി പ്രകാരമാണ് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഈ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച മദ്രാസ് ഉടമ്പടി, ഈ ഉടമ്പടി പ്രകാരം പരസ്പരം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിറ്റുകൊടുക്കാനും മൂന്നാമതൊരു ശക്തി ആക്രമിച്ചാൽ പരസ്പരം സഹായിക്കാനും ഒക്കെ വ്യവസ്ഥ ചെയ്തിരുന്നതാണ്. ഇനി രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്ന 1780 മുതൽ 1784 വരെയായിരുന്നു. ഇവിടെയും യുദ്ധം തുടങ്ങിയത് ഹൈദരാലി ആയിരുന്നു. ഹൈദരാലിയും ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ആരായിരുന്നു? വാരൻ ഹേസ്റ്റിംഗ്. എന്നാൽ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹൈദരാലി 1780 മുതൽ 1784 വരെയാണെന്ന് പറഞ്ഞു. യുദ്ധം തുടങ്ങിയ സമയത്ത് ഹൈദരാലിയാണ്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? 1782 ക്യാൻസർ ബാധിച്ച് ഹൈദരാലി മരണമടഞ്ഞു. അങ്ങനെ മരണമടഞ്ഞ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താൻ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഈ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം എന്തായിരുന്നു? മറാഠികള് മൈസൂർ ആക്രമിച്ചപ്പോൾ മദ്രാസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല? ഹൈദരാലിയെ സഹായിച്ചില്ല. നമ്മുടെ മദ്രാസ് ഉടമ്പടിയിൽ പറയുന്നുണ്ടായിരുന്നു 1769 ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടയാക്കിയ മദ്രാസ് ഉടമ്പടിയിൽ പറയുന്നുണ്ട്, പരസ്പരം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാനും മൂന്നാമതൊരു ശക്തി മൈസൂറിനെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെയോ ആക്രമിച്ചാൽ പരസ്പരം സഹായിക്കാനും വ്യവസ്ഥ ചെയ്തിരുന്നു. പക്ഷെ ആ വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ലംഘിച്ചു. കാരണം മറാഠികളെ മൈസൂർ ആക്രമിച്ചപ്പോൾ മദ്രാസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ ഹൈദരാലിയെ സഹായിച്ചില്ല. കൂടാതെ ഹൈദരാലിയുടെ പരിധിയിലുണ്ടായിരുന്ന ഫ്രഞ്ച് തുറമുഖം, നിങ്ങൾക്കറിയാം മാഹി ഫ്രഞ്ച് തുറമുഖമായിരുന്നു അല്ലേ? ആ മാഹി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓർത്തിരിക്കണം, പോർട്ടോ നോവോ യുദ്ധം 1781 ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. പോർട്ടോ നോവോ യുദ്ധം കേട്ടിട്ടുണ്ടോ? 1781 ഇതില് സർ അയർകൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ഹൈദരാലിയെ പരാജയപ്പെടുത്തുകയാണ്. 1781 പോർട്ടോ നോവോ യുദ്ധത്തില് സർ അയർകൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ഹൈദരാലിയെ പരാജയപ്പെടുത്തി. പക്ഷെ ഇരുപക്ഷത്തിനും ഈ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി, ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി 1769 മദ്രാസ് ഉടമ്പടി. രണ്ടാം ആംഗ്ലോ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി 1784 മംഗലാപുരം ഉടമ്പടി അല്ലേ? അതേപോലെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് ശ്രീരംഗപട്ടണം സന്ധി ആയിരുന്നു അല്ലെ? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 മാർച്ച് 18. ഈ മൂന്ന് കഴിഞ്ഞപ്പോൾ മംഗലാപുരം ഉടമ്പടിയാണ് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി 1784. ടിപ്പു സുൽത്താനും, ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ്, ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന ലോർഡ് മക്കാട്ട്നി
ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നിങ്ങൾക്കറിയാം, ഏതാണ്? മദ്രാസ് ഉടമ്പടി അല്ലേ? രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതായിരുന്നു? മംഗലാപുര ഉടമ്പടി. ഈ മംഗലാപുര ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഗവർണറായ ലോർഡ് മക്കാർട്ട്നിയും ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ കുറേയധികം വസ്തുക്കൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെ കുറിച്ച് നിങ്ങൾക്കറിയാം. വിളംബരഘോഷം മുഴക്കിയ ദളവ എന്ന് പറയുന്ന വേലുത്തമ്പി ദളവ അല്ലെ? ആരായിരുന്നേ വേലുത്തമ്പി? തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു ആര്? വേലുത്തമ്പി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ തിരുവിതാംകൂറിലെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു ആര്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ. 1765 മെയ് 6 കന്യാകുമാരി ജില്ലയിലെ, ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ തലക്കുളത്ത്, കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്താണ് ആരിൽ ജനിച്ചത്? വേലുത്തമ്പി ജനിച്ചത്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് 1802 മുതൽ 1809 വരെയായിരുന്നു വേലുത്തമ്പി പ്രധാനമന്ത്രി അല്ലെങ്കിൽ ദളവയായിരുന്നത്. ആദ്യം അദ്ദേഹം കാര്യക്കാരായിരുന്നു, അതായത് തഹസീൽദാറായി. പിന്നീട് 1802, ആ വർഷം അറിഞ്ഞിരിക്കണം, ബാലരാമവർമ്മയുടെ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായി പ്രധാനമന്ത്രിയായിട്ട് വേലുത്തമ്പി മാറുന്നത് 1802 അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ ഫാക്ട്സ് നമുക്ക് പഠിക്കണം, വിളംബരമൊക്കെ പഠിക്കണം അല്ലേ? അപ്പോൾ 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ എന്ത് ചെയ്തു? തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അങ്ങനെ ഇല്ലാതാവുകയും ഭരണം ആ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുക. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിലോട്ട് ഒപ്പിട്ട ഒരു കരാറ് പ്രകാരം അല്ലെ? ആ സമയത്ത് ദളവയായിരുന്നു വേലുത്തമ്പി എന്നറിയാം. വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ റദ്ദാക്കുകയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സ്വരച്ചേർച്ചയ്ക്ക് ഇടയാക്കിയൊക്കെ ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെ കൊച്ചിയില് ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ, ആ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവമൊക്കെ നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായി എങ്ങനെ രഹസ്യ ധാരണയിൽ ഏർപ്പെടുകയും അങ്ങനെ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. നമുക്കറിയാം, വേലുത്തമ്പി നടത്തിയ പ്രധാനപ്പെട്ട കുണ്ടറ വിളംബരം ചോദിക്കാറുണ്ട്. 1809 ജനുവരി 11 ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ വേലുത്തമ്പി ദളവ നടത്തിയ വിപ്ലവ ആഹ്വാനമാണ് കുണ്ടറ വിളംബരം. 1809 ജനുവരി 11. ഓക്കെ അല്ലേ? സായുധ സമരത്തിനൊരുങ്ങാൻ വിളംബരത്തിലൂടെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ആര് ചെയ്തത്? വേലുത്തമ്പി ചെയ്തത്. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാരെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടരുകയാണ് ചെയ്തത്. അങ്ങനെ കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായിരുന്ന കൊച്ചിയിലെ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതൊക്കെ വേലുത്തമ്പി ദളവയ്ക്ക് തിരിച്ചടിയാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് തിരുവിതാംകൂർ രാജാവ് മാറ്റുന്നുണ്ട്. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ പത്തനംതിട്ടയിലെ മണ്ണടിയിലെ ഭവനം വളയുകയും അങ്ങനെ വളഞ്ഞ് വിദേശ ശക്തികൾക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് മരണം വരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കുണ്ടറ വിളംബരമൊക്കെ നടക്കുമ്പോൾ വേലുത്തമ്പി ദളവയുടെ പ്രധാന എതിരാളി ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന മെക്കാളെ, കോളിൻ മെക്കാളെ ആയിരുന്നു എന്നറിയാം. മെക്കാളെ പ്രഭു ആയിരുന്നു അല്ലേ? അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കൊച്ചിയിലെ
തച്ചനുമായിട്ട്, കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്തച്ചൻ, വേലുത്തമ്പി സഖ്യമുണ്ടാക്കിയെന്നറിയാം. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം കുണ്ട്ര വിളംബരം നടത്തിയത് 1809 ജനുവരി 11 മാർച്ച് മാസം അതേ വർഷം മാർച്ച് 29 അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയാണ്. ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞപ്പോൾ കീഴടങ്ങാൻ വിസമ്മതിച്ച അദ്ദേഹം മണ്ണടിയിലെ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. എക്സാമിന് ചോദിക്കാം. വേലുത്തമ്പി ദളവായുടെ സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ്. അതും അറിഞ്ഞിരിക്കണം. അപ്പോൾ 1809 ജനുവരി 11 വേലുത്തമ്പി കുണ്ട്ര വിളംബരം നടത്തിയെന്ന് പറയും. കൊല്ലവർഷം 948 മകരം ഒന്നാണ് മലയാള മാസം. മലയാള വർഷവും എടുക്കുമ്പോൾ 948 മകരം ഒന്ന് ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹിയും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാകണമെന്നും 1809 ജനുവരി 11 കൊല്ലവർഷം 948 മകരം 1 നടന്ന വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ദളവയായിരുന്ന വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പുതിയ SCERT പാഠപുസ്തകവും അനുബന്ധ വസ്തുക്കളും NCERT ഫാക്ട്സ് ഒക്കെയാണ് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്കിത് എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് കണ്ട് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോക്കരുത്, അല്ലെങ്കിൽ കമന്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.